ദ്രൗപദി അമ്മ അന്ന് എന്റെ നേർക്കെറിഞ്ഞൊരു നോട്ടത്തിന്റെ മുറിവ് ഇന്ന് ഉണങ്ങാത്ത വേദന തന്ന് എന്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ട്. വീരഭദ്രമാമ തൂങ്ങി മരിച്ചതോടെ ദ്രൗപദി അമ്മയ്ക്ക് ആ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അന്ന് ആ അമ്മ സ്വന്തം മക്കളെയും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ നാട് വിട്ടു. അന്ന് ആ ക്ഷേത്രമുറ്റത്ത് തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ മുന്നിൽ വെച്ച് ഞാനെടുത്തൊരു ശപഥമുണ്ട്. ആ ആൽമരം അങ്ങനെ ആകാശത്തോളം വളർന്നാലും കാലം എത്ര കടന്നുപോയാലും ഇനി ഒരിക്കൽ ആ ഭഗവതിയുടെ മുന്നിൽ തിരുവുത്സവത്തിന് തിരി തെളിയുമെങ്കിൽ ആ ഭദ്രകാളി ദേവിയുടെ ദേഹത്ത് നിന്റെ മുത്തച്ഛൻ മോഷ്ടിച്ച തിരുവാഭരണം ഒരിക്കൽ കൂടി ചാർത്തുമെങ്കിൽ അത് കാണാനല്ലാതെ ആ ശ്രീകോവിലിന് മുന്നിൽ ദ്രൗപദി അമ്മ ചെല്ലില്ല എന്നുള്ള ശപഥം. അതിന്റെ കൂടെ ഒന്നുകൂടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ ശ്രീകോവിലിന് മുന്നിൽ ചെന്നാൽ അത് ആ അമ്പലമുറ്റത്തെ അതേ ആൽമരക്കൊമ്പിൽ തൂങ്ങി മരിച്ച ബാലചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അമ്പലക്കുളത്തിൽ കുളിച്ചു ശുദ്ധി വരുത്തി ഈറനോടെ മാത്രമായിരിക്കുമെന്ന് തീരുമാനം. വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. പുഴയിലെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇന്ന് ആ ദ്രൗപദി അമ്മയും എൻ്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനും പഴയ പകയെല്ലാം മറന്ന് എന്നെ തേടി തിരിച്ചു വന്നിരിക്കുന്നു. ദ്രൗപദി അമ്മയുടെയും പരമേശ്വരന്റെയും ഭാഗത്തു നിന്ന് നോക്കിയാൽ ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത അപരാധമാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കിടപ്പാടമല്ലേ, സ്വന്തം അച്ഛനല്ലേ. സ്വന്തം എന്ന് പറയാവുന്ന എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ അവർക്ക്? എല്ലാറ്റിനും കാരണക്കാരൻ ഞാൻ ഒറ്റ ഒരുത്തനാ. അത് ഓർക്കുമ്പോ ഈ കാലം അത്രയും ഇന്നോളം ഇപ്പോഴും എന്റെ നെഞ്ച് പെടയെ കോയുക. വേണ്ട ബാല, അതൊരു തെറ്റായി നീ ചിന്തിക്കരുത്. അടുത്ത ചങ്ങാതിയായാലും ചങ്ങാതിയുടെ അച്ഛനായാലും തിരുവാഭരണം മോഷ്ടിച്ചെന്ന് പറയുന്നത് വലിയ തെറ്റാ. കളവല്ലേ ചെയ്തത്, അതും തൃക്കണ്ണൂർ ഭദ്രകാളി ദേവിയുടെ തിരുവാഭരണം. സത്യം പുറത്തു കൊണ്ടുവന്ന ബാലനെ ദേവിയായിട്ട് തന്നെയായിരിക്കണം ആ മതിലിന് പുറകിൽ ഒളിപ്പിച്ചത്. ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അനുയോജ്യമായ ഒരാളെ ദേവി കണ്ടെത്തും. അത് ബാലനായതിൽ, ആകാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അന്ന് തിരുവാഭരണം എവിടെയുണ്ടെന്ന് കാണിച്ചു കൊടുത്ത ബാലനായിരുന്നു ശരി. ആ ശരി തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ എല്ലാം മറന്നുകൊണ്ട് ദ്രൗപദി അമ്മയും പരമേശ്വരനും നിന്റെ അടുത്ത് തിരികെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ അവരുടെ ഈ വരവും ഭദ്രകാളിയുടെ തീരുമാനങ്ങളാണെന്ന് കരുതിയാൽ മതി. എനിക്കും ഈ നിൽക്കുന്ന നിന്റെ അമ്മാവന് മാത്രം അറിയാവുന്ന, ഇന്നും മണ്ണിൽ ദ്രവിച്ചു മണ്ണടിഞ്ഞിട്ടില്ലാത്ത ഈ പഴങ്കഥ ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് അറിയൂ? ആയിരപ്പറയിലേക്കുള്ള നമ്മളുടെ ഈ വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് നീയും കൂടി അറിയണമെന്ന് തോന്നിയതുകൊണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ആയിരപ്പറയിലെ ബാലചന്ദ്രനും കുടുംബവും മനസ്സമാധാനത്തോടെ ഉറങ്ങരുത്. അവന്റെ കണ്ണുകളിൽ കണ്ണീർ വറ്റരുത്. എല്ലാവരും തീച്ചൂളയിൽ വെന്തുരുകണം. ഈ വീടും ഇവിടുത്തെ ആൾക്കാരും. ഒടുവിൽ അവന്റെ മരണവും.
എന്താ കൂടെ നിൽക്കാൻ പറ്റുമോ നിനക്ക്? ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്താനും ബാലചന്ദ്രനെ കൊന്ന് അവന്റെ പുലകുളി അടിയന്തരം നടത്തി ആ സദ്യ ഉണ്ട് എന്റെ വ്രതം മുറിക്കാനും